ഹലോ ഗായ്സ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അത് ഞങ്ങൾ രാവിലെ കുളിച്ചൊക്കെ ഇറങ്ങി ആശ്രമത്തിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നൊക്കെ ലോഡ്ജുകളാണ്. പിന്നെ അതേ കുറേ കടക്കാരും കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവിടെ ക്യാമറ അലൗഡ് അല്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ലോകത്തെത്തിയ പോലെയാണ്. അത്രയും നല്ല ഭയങ്കര കുറേ ഏരിയ ഉണ്ട് ഇതിൽ കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ ഈ ഒരു കവാടത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് സായിബാബയുടെ സമാധി. അപ്പോൾ അവിടെ എപ്പോഴും ഭജനയൊക്കെ നടക്കും. അപ്പം അവിടെ ആ ഭജന ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. ഇത് പിന്നെ അവിടെ ഞങ്ങൾ പോയപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. ഇത് പിന്നെ സായിബാബയുടെ ഫോട്ടോൻ്റെ അടുത്ത് എടുത്ത ഫോട്ടോ ആണ്. ഇതൊക്കെ അതേ ഭജന നടക്കുകയാണ് കൈ കൊട്ടിയിട്ട്. ഞങ്ങൾ ആ ഗ്യാപ്പിൽ കൂടെ കുറച്ച് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതേ കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ മുന്നിലായിട്ട് കാണുന്ന സായിബാബയുടെ ആശ്രമമാണ്. അപ്പോൾ അതെ ഈ കാണുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊരു കൽപ്പവൃക്ഷത്തിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്ന എല്ലാ ആൾക്കാരും അവരുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ തൂക്കിയിടുന്നതാണ്. ഈ ഒരു ഇതിന് എന്തോ ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല. എന്തോ അതിൽ ഐതിഹ്യം ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ ഇതിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ നടക്കുമെന്നാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. പിന്നെ അതേ ഞങ്ങൾ പോണ വഴിയിൽ കണ്ടൊരു ഹോസ്പിറ്റലാണ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അത് ഹോസ്പിറ്റലാണെന്ന് തോന്നില്ല, ഒരു കൊട്ടാരമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആണ്. ഇത് സായിബാബയുടെ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെ എല്ലാം ഫ്രീ ആണ്. വലിയ വലിയ സർജറീസ് ഒക്കെ ഇവിടെ ഫ്രീ ആണ്. ഞങ്ങൾ വെറുതെ ചോദിച്ചൊക്കെ പറഞ്ഞതാണ്. ഞങ്ങൾ ഉള്ളിലോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ പുറമേ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക.